പറഞ്ഞ ഗ്രാമസ്വരാജ് നമുക്ക് ആ രീതിയിൽ പറയാമല്ലോ അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോദ്യമായിട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അപ്പം ഞാൻ ഈ 1910 ഹിന്ദു സ്വരാജ് എന്ന മുദ്രാവാക്യം അദ്ദേഹം തീർച്ചയായിട്ടും തിങ്കറുടെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സവാക്കറുടെയൊക്കെ തീവ്രതയ്ക്കെതിരെയുള്ള ശബ്ദമായിട്ടാണ് അദ്ദേഹം എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആ ഒരു മുദ്രാവാക്യത്തെ അന്ന് ആ പുസ്തകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ചർച്ച പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ഹിന്ദു സ്വരാജ് ഒരു മുദ്രാവാക്യമല്ല, ഒരു പുസ്തകമാണ്. ഒരു പുസ്തകമല്ല, ഗാന്ധി ദർശന പ്രവാഹത്തിന്റെ ഉറവിടാണ്. അതെ, പക്ഷെ അത് എഴുത്തിലൂടെയാണ് തുടങ്ങുന്നത് അല്ലേ? അതെ, 1909 ആ പുസ്തകം. അതെ അതെ അതെ. ശരിക്ക് ഇന്ത്യയിൽ ഗാന്ധി നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനാത്മകമായ ഒരു കത്ത് ഗാന്ധി എഴുതുന്നുണ്ട്. ഞാൻ ആ കത്ത് ഈ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. ആ കത്ത് എഴുതുന്നത് 1909 ഒക്ടോബർ 30 വെസ്റ്റ് മിൻസ്റ്റർ ഹോട്ടലിൽ ഇരുന്നിട്ട് ലോർഡ് ആംപ്റ്റിൽ പ്രഭുവിന് ഗാന്ധി എഴുതിയൊരു കത്താണ്. തീർച്ചയായും. ആ കത്തിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ലൂയി ഫിഷർ കാണുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ആ കത്തിലാണ് ഇന്ത്യയിൽ താൻ എന്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ ഗാന്ധി നൽകുന്നത്. അതിൻ്റെ പരിണതിയാണ് ഹിന്ദു സ്വരാജ്. തീർച്ചയായിട്ടും. ഇന്ത്യൻ ഹോം റൂൾ. ഈ ഹിന്ദു സ്വരാജ് എന്നുള്ള വാക്ക് പോലും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുണ്ട്. ഓക്കെ, ഇത് സ്വയംഭരണമാണ്. ഓക്കെ, അതിൽ ഗാന്ധി പറയുന്ന ഒരു വലിയ 1909 എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഹിന്ദു സ്വരാജിനെ നമ്മളിങ്ങനെ യന്ത്രം അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്. കാരണം അത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ്. ആ ഉത്കണ്ഠകൾ അത് പാശ്ചാത്യ നാഗരികതയുടെ ഹിംസാത്മകത ഗാന്ധി തിരിച്ചറിയുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു സാമ്രാജ്യത്വ ചൂഷണം, മുതലാളിത്തം മാർക്സിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനേക്കാൾ ബെറ്ററായി അടുത്ത തലമുറയ്ക്ക് കൈമാറുക. അത് ഗാന്ധി പറഞ്ഞ പ്രൊഡിക്ഷൻസ്. അത് നല്ല കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഹിന്ദു സ്വരാജ് കൃത്യമായി പഠിക്കാത്ത ഒരാൾക്ക് ഗാന്ധിയുടെ ദർശനത്തെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾ രാജീവൻ ചോദിക്കുന്നത് ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം അപ്പുറം ഞാനൊരു ഗാന്ധി പണ്ഡിതനല്ല. പക്ഷെ അല്ലല്ല, ഞാൻ പറഞ്ഞു പണ്ഡിതനായിട്ടാണ്. വളരെ താങ്കൾ നല്ല പണ്ഡിതനാണ്. ഇല്ല, ഞാൻ ഗാന്ധി അത്യാവശ്യം വായിച്ച ഒരാളാണ്. അല്ല, ഞാൻ പറയാൻ കാരണം, ഞാൻ പണ്ഡിതനല്ല എന്ന് പറയാൻ കാരണം ഞാനൊരു ഗാന്ധി പഠിതാവാണ്. അതൊക്കെ അത് താങ്കളുടെ വിനയമാണ്. അല്ല, വിനയം അല്ല, അതിന്റെ കാരണമുണ്ട്. കാരണം ഞാൻ ഈ പുസ്തകരചനയിൽ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പുസ്തകം. അല്ല, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് അതിന്റെ അവരുടെ ഇന്റലക്ച്വൽ വേവ് ലെങ്ത് എനിക്കറിയാം. കെ അരവിന്ദാക്ഷൻ, CVK തോമസ്, ഡോക്ടർ CBK ജോസഫ്, അതെ, ഡോക്ടർ KP ശങ്കരൻ. അതെ അതെ. അപ്പൊ അവരെ നിൽക്കുന്ന ഗാന്ധിയെ അവർ കെ അരവിന്ദാക്ഷനാണ് ശരിക്ക് ആദ്യഘട്ടത്തിൽ എന്നെ എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. പിന്നീടാണ് KP ശങ്കരൻ മാഷും CBK ജോസഫൊക്കെ ഞാൻ ബന്ധപ്പെടുന്നത്.